നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആഹാ, മോള് വന്നോ? ഞാൻ ഇപ്പൊ നിന്റെ കാര്യം സുരേന്ദ്രനോട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇന്ദുമതി നിന്നെ കണ്ടിട്ട് കേറിപ്പോരാൻ സമ്മതിച്ചോ? ആ മോളെ മോളെ, നീ അറിഞ്ഞോ? അച്ഛനിപ്പൊ നല്ല മാറ്റമുണ്ട്. ചെറുതായിട്ട് നാവനക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റണുണ്ട് ഇപ്പൊ. അറിഞ്ഞോ? ആ, വിദ്യാമ്മ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? എന്തായാലും എല്ലാം മൂകാംബികമ്മയുടെ അനുഗ്രഹം മോളെ. ആ, ദേവി ഇവന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ ആദ്യം ദേവിയുടെ പേര് തന്നെ വിളിച്ചുണരില്ലായിരുന്നല്ലോ. അച്ഛന്റെ അസുഖം ഭേദാവാൻ നീ മനസ്സൊരുക്കി ദേവിയെ പ്രാർത്ഥിക്കുന്നത് അമ്മ കാണാതിരിക്കില്ലല്ലോ. നീ വന്നതിന് ശേഷം സുരേന്ദ്രനില് ഇത്രയും നല്ല മാറ്റങ്ങൾ വന്നേ. നീ കൊണ്ടുവന്നതാ, നീ തന്നെ അച്ഛന് കൊടുത്തോ. മോള് കൊടുക്കുമ്പം കഴിക്കാൻ ഒരു പ്രയാസമില്ല. ബാക്കിയുള്ളവരെ എത്ര കഷ്ടപ്പെട്ടിട്ടാ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കുന്നേ. കേട്ട സുരേന്ദ്രേട്ടാ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിങ്ങളുടെ അസുഖം ഭേദമാവുന്നതുവരെ വേണമെങ്കിൽ അവളിവിടെ നിന്നോട്ടെ. അങ്ങനെയാവുമ്പം നിങ്ങൾക്കും അതൊരു ആശ്വാസമാവുമല്ലോ. എന്താ, നിനക്കും ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷമുള്ള കാര്യമാണെങ്കി പിന്നെന്താ ഒരു പക്ഷേ. അത് മതി മോളെ, നീ വിദ്യാമ്മയുടെ കൂടെ തന്നെ താമസിച്ചാ മതി. നീ പറഞ്ഞതുപോലെ അച്ഛനെ കാണണോന്ന് തോന്നുമ്പോഴൊക്കെ നിനക്കിവിടെ വന്ന് ഇവനെ കാണാലോ. അത് പോരെ സുരേന്ദ്ര? നിങ്ങൾക്ക് സന്തോഷാവട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞേ. നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിൽക്കണ്ട. ഈ വിദ്യാമ്മ എത്ര കാലം കൂടെ നിർത്തുന്നു കണ്ടറിയണം. നീ അങ്ങനെ പറഞ്ഞത് നന്നായി മോളെ. ഇപ്പൊ ഇങ്ങനെ ഒരു ഔദാര്യം കാണിക്കാൻ അവക്ക് തോന്നിയത് മനസ്സിൽ മറ്റെന്തോ കണ്ടിട്ടാ. അത് ഉറപ്പാ.